മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പൂർവികർക്കൊക്കെ അറിയാം കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്. ഇപ്പോഴാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി മഴയൊക്കെ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു അടുപ്പിച്ച് 5-6 മാസക്കാലം നമ്മുടെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ വയ്യാത്ത ഒരു കാലാവസ്ഥ അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഇപ്പോ ഈ കാലഘട്ടത്തിന് മാറ്റം വന്നു എന്ന് പറയുന്നതിന് കാരണം എപ്പോഴാണ് മഴ പെയ്യുന്നത് ആ കാലഘട്ടം പഴയ കാലത്തിൽ നിന്നൊക്കെ വ്യതിയാനം ഉണ്ടായി. അതുപോലെയുള്ള ഈ പട്ടിണികൾ പഴയ കാലങ്ങളിലൊക്കെ പട്ടിണി മാസം അറിയപ്പെടുന്നത് കർക്കിടക മാസം. പക്ഷെ ഇപ്പോഴ് അങ്ങനെ ഒരു പട്ടിണിയില്ല. എങ്കിൽ പോലും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തില് നമ്മൾ വളരെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് കർക്കിടക മാസത്തില് നമ്മുടെ ശരീരത്തിലെ വ്യതിയാനങ്ങൾ എപ്പോഴും സംഭവിക്കുന്നത് കർക്കിടക മാസം ഈ കാലഘട്ടത്തിലാണ്. ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് അത് ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് മരുന്നുകൾ കഴിച്ച് മുന്നോട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് കർക്കിടക മാസത്തിൽ നടത്തുന്നത്. നമ്മുടെ മാതാപിതാക്കള്, സമീപവാസികള്, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇപ്പൊ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലം, കാലാവസ്ഥ, ആഹാര രീതി മുതലായവ. അപ്പൊ അതുപോലെ കാലങ്ങൾക്കും അതുപോലെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഒരു മാസമാണ് കർക്കിടക മാസം. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമുക്കൊരു മീറ്റിംഗ് നടത്തപ്പെട്ടു. ആയുർവേദം പറയുന്ന ദിനചര്യയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യും അല്ലെ? ചെയ്യണേ, നിങ്ങൾ ചെയ്യാമോ? അത് ചെയ്യാം. കുറച്ച് നിങ്ങൾ ട്രൈ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടോ? ഒരു ഫ്രീ ഭാഗമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗമായിട്ടും ആയുഷ്കാം പദ്ധതി, മലപ്പള്ളി ബ്ലോക്ക് ആയുഷ്കാം പദ്ധതിയിലെ ഡോക്ടറാണ് ഞാൻ. അവിടുത്തെ ടീമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ കർക്കിടകത്തില് തന്നെ ഇങ്ങനൊരു ക്യാമ്പ് നിങ്ങൾക്ക് അൽബി ഡോക്ടറിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് ഈ മാസത്തിൽ ആരോഗ്യ സംരക്ഷണം അത്രത്തോളം പ്രാധാന്യമുള്ളത് ആണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഇവിടെ കുട്ടികളുണ്ട്, രക്ഷിതാക്കൾ, നിങ്ങൾ എല്ലാവരും കുട്ടികൾ വളരെ നന്നായി ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന എന്നാണ് പറയപ്പെടുന്നത്. വാദ, പിത്ത, കഫദോഷങ്ങൾ അതികഠിനമായിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ശരീരത്തോടെ സൂക്ഷിക്കാം എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. മറ്റിലകൾ ഏതൊക്കെയാണെന്ന് ഇത്രയും നാളായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. രണ്ട് ഡോക്ടർമാർ ഏതൊക്കെയാണ് മറ്റോ മൊബൈലിൽ മനസ്സിലാക്കി അമ്മച്ചിയൊക്കെ പറഞ്ഞത് ഈ മാസത്തിലാണ് അമ്മച്ചി കൂട്ടുന്നതൊക്കെയാണെന്ന് 2-3 പിടിക്കും. എപ്പോഴും 7-ാം മാസത്തിൽ ആയുർ എന്നാൽ ജീവിതം, വേദം എന്നാൽ ശാസ്ത്രം. ഈ രണ്ട് വാക്കുകളെയും സംയോജിപ്പിച്ച് ആയുർവേദം എന്ന വാക്കിന്റെ അർത്ഥം ജീവിതത്തിന്റെ ശാസ്ത്രം എന്നുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും മനസ്സും ശരീരവും പ്രകൃതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാനം.